വ്യവസായി CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം കർണാടക CIDക്ക്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വിപുലമായ പരിശോധന നടത്തും. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നതായി കുടുംബവും കോൺഫിഡന്റ് ഗ്രൂപ്പും പരാതിപ്പെട്ടതിന് പിന്നാലെയാണ് ഈ നടപടി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റോയിയുടെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ വെച്ച് നടക്കും. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവർ 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അറിയില്ല. ഞാൻ പോയാലേ എനിക്ക് അറിയുള്ളൂ. അവിടെ ഓഫീസിലില്ല. ഉണ്ടായിരുന്നു. അല്ല, ഈ ഉദ്യോഗസ്ഥനായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ. ഇല്ല, ഒരു തീരുമാനമായിട്ടില്ല. വീട്ടിൽ ഞാൻ ഫാമിലി ഒന്ന് കണ്ടോട്ടെ. വിശദവിവരങ്ങളുമായി KB ശ്രീധരൻ ബംഗളൂരുവിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീധരൻ, CIDക്ക് വിവരങ്ങൾ അന്വേഷിക്കാനുള്ള ചുമതല കൈമാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടും വിശദമായ അന്വേഷണം നടത്തും എന്ന് പറയുന്നല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നോ, അതോ ആദായ നികുതി വകുപ്പിൻ്റേത് മാത്രം കുടുംബം ആരോപിക്കുന്നത് പോലെയുള്ള ഒരു സമ്മർദ്ദമാണോ ഉണ്ടായിരുന്നത്? ഇത് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം ആവശ്യമാണെന്ന് കണ്ടാണ് കർണാടക CID, അതായത് നമ്മുടെ നാട്ടിലെ ക്രൈംബ്രാഞ്ചിന് തുല്യമായിട്ടുള്ള പദവി വിഭാഗം, അവരാണ് ഈ കേസ് നിലവിൽ അന്വേഷണം കൈമാറിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ഇത് സംബന്ധിച്ച ഉത്തരവ് ഇട്ടിട്ടുമുണ്ട്. ഏതായാലും ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് അതിൻ്റെ അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള TA ജോസഫ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 5 പേജുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ 3 ദിവസമായി നടന്ന റെയ്ഡിൽ വല്ലാത്ത തരത്തിലുള്ള സമ്മർദ്ദം CJ റോയ് അനുഭവിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആ പരാതിയിൽ പറയുന്നത്. ഈ പരാതി ഏതായാലും CIDക്ക് കൈമാറിയിട്ടുണ്ട്. അശോക് നഗർ പോലീസ് ആയിരുന്നു ഈ പരാതി ആദ്യം അന്വേഷിച്ചിരുന്നത്. പിന്നീട് അത് CIDക്ക് ഇപ്പോൾ അന്വേഷണം കൈമാറുകയാണ് ചെയ്യുന്നത്. രാവിലെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നൽകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്നുള്ള തരത്തിൽ അവർ പറയുന്നതും ഈ പ്രധാനമായിട്ടും ഈ കാര്യം തന്നെയാണ്. വലിയ സമ്മർദ്ദം അനുഭവിച്ചിരുന്നു. ഈ CJ ബാബു അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി CJ റോയ് വിളിച്ചിരുന്നു. ഇതിന് പിന്നാലെ കാണണമെന്നാവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ കാണാം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതിനു മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും വലിയ തരത്തിലുള്ള ആരോപണം, അതായത് ഇൻകം ടാക്സിൻ്റെ ആദായനികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോയിന്റ് ഡയറക്ടറായിട്ടുള്ള കൃഷ്ണപ്രസാദിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. വലിയ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഏതായാലും ആദായനികുതി വകുപ്പിന് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരെ മൊഴിയെടുത്തിരുന്നു. വീണ്ടും അവരോട് ഈ ബംഗളൂരുവിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൂടുതൽ മൊഴിയെടുക്കലുകൾ ഉണ്ടാകുമെന്നും അറിയുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ 2 പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം നോക്കി വരികയാണ് പോലീസ് സംഘം. ഏതായാലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകാൻ ഉള്ള സാധ്യതയാണുള്ളത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീധരനാണ് ബംഗളൂരുവിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടും കൂടുതൽ അന്വേഷണം നടക്കും. ഗൗരവമായി ഇതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന തോന്നലിലാണ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുമെന്ന കാര്യം മനസ്സിലാക്കുന്നത്.